Welcome back to our YouTube channel. It's me, Amikutti. It's me, Amini. Okay, guys. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ദിവസം എല്ലാവർക്കും ഇഷ്ടമുള്ള പേടിയുള്ള ദിവസം. എന്താ പേടിയുള്ള എക്സൈറ്റും എന്താ പറയാ പേടിയും എന്തുകൊണ്ട് പേപ്പർ കിട്ടുന്നു. ഇഷ്ടം എന്താന്ന് വെച്ചാൽ പേപ്പറിൽ നല്ല മാർക്ക് ഉണ്ട്. ഇഷ്ടം എന്താണ് പേടിയെന്ന് വെച്ചാൽ പേപ്പറിൽ മാർക്ക് ഇല്ല. അതാണ് പേടി. നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും. ഞാൻ ഓരോരുത്തരോട് വരുമ്പോൾ ഈശ്വര എൻ്റെ കൈയൊക്കെ ഭയങ്കര തണുത്ത് വറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ മാർക്ക് അതെ അത്യാവശ്യം എനിക്ക് മാർക്കുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒന്ന് വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് പേപ്പറൊക്കെ കിട്ടിയോ, എങ്ങനെയുണ്ട് മാർക്കിൻ്റെ ആ ഒരു അവസ്ഥ അത് പറയാൻ എല്ലാവർക്കും മടിയായിരിക്കും. ഒരു ബ്ലാക്ക് ഹാർട്ട് ഇട്ടോ പറഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു പിങ്ക് ഹാർട്ട് വിടാം, കുഴപ്പമില്ല. കൂടിക്കഴിഞ്ഞാൽ റെഡ് ഹാർട്ട്, പിങ്ക് ഹാർട്ട്, റെഡ് ഹാർട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിങ്ങനെ എന്താ പറയുക പിന്നെന്താ നമ്മുടെ വെക്കേഷനൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു വിചാരിക്കുന്നു. അത് നമ്മൾ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് അറിയുന്നവർക്ക് പേപ്പർ ഈ ഡേ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ചോദിച്ചല്ലേ. ഓക്കെ, അപ്പോൾ വെക്കേഷൻ എങ്ങനെയായിരുന്നു, എങ്ങോട്ടൊക്കെ പോയി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ വെക്കേഷന് നമ്മൾ വീട്ടിലേ ഉണ്ടായിട്ടില്ല. ഉണ്ടായ ഒരു വീക്ക് അമ്മമ്മ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാക്കൂരി പോയി. കാക്കൂരിൽ തണുപ്പത്തൊക്കെ അടിച്ചു പൊളിച്ചു. നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു ലക്ക് തന്നെയാണല്ലേ, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാം. യൂട്യൂബ് ചാനലിലുണ്ട്. ധനുപ്പത്തിന്റെ 2 വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അത് അവിടെ പോയി ക്ലൂ അല്ല, ഹിന്റ് വാങ്ങിച്ച സാധനമാണ് ഇത്. ഓക്കെ, ഇത് ധനുപ്പത്തിന് പോയപ്പോ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, റെഡ് ആണോ ഗ്രീൻ ആണോ? ഗൈസ്, ഇത് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് എൻ്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ഫേവറേറ്റ് കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വെക്കേഷനൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ, അറിയിച്ചോളൂ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എക്സാമിന് അടിച്ചു പൊളിച്ചു വിചാരിക്കുന്നു അല്ലേ? അല്ല, എക്സാം എഴുതിയിട്ട് പേപ്പറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ഇവരിവിടെ എക്സാം പേപ്പർ കിട്ടിയതിന്റെ ഹാങ് ഓവറിലാണ് അവനിയാമിയും. അതാണ് അവർ എക്സാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം അല്ലേ ഗൈസ്? അപ്പൊ അടുത്ത വർഷം ന്യൂ ഇയർ ആവാറായി ഗൈസ്. അപ്പോൾ എക്സൈറ്റഡ് നമ്മളൊക്കെ. ഐ ആം സോ എക്സൈറ്റഡ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ 2024 അപ്പൊ ന്യൂ ഇയർ പ്ലാൻസ് എന്തൊക്കെയാണ് എല്ലാവരുടെയും അല്ലേ? കമന്റ് വരും. നമുക്ക് എന്താ ന്യൂ ഇയർ പ്ലാൻസ് അറിയോ നിങ്ങൾക്ക്? നമ്മ കലാമ്മയുടെ വീട്ടിൽ കൂടാമെന്നൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അമ്മ. എനിക്കൊരു ഓർമ്മയുണ്ട്, കുറേ ഓർമ്മയുണ്ട്. നമ്മൾ ന്യൂ ഇയറിന് കുറേ ആഘോഷിക്കുന്നത് എവിടെന്നാന്ന് വെച്ചാൽ ചാതുർത്ഥിയിലാണ് ഗൈസ്. അവിടെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 12 മണിക്ക് എന്നെ അച്ഛനമ്മ അതുവരെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞു അമ്മ കേക്ക് വാങ്ങിക്കാം, ഒരു മിനിറ്റ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കേക്ക് വെക്കാന്ന് പറഞ്ഞു, പക്ഷെ ആരും വാങ്ങിച്ചില്ല. പക്ഷേ 12 മണിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ട് 12 മണിയായപ്പോൾ വെളിയിൽ നോക്കണു, ഗ്രില്ലിന്റെ ഒക്കെ ശബ്ദം. പോയി നോക്കുമ്പോൾ അവർ കേക്കായിട്ട് വരുന്നു. എന്ത് സംഭവം? എന്നിട്ട് കൃത്യം 12 മണിക്ക് നമ്മള് കേക്ക് നന്നായി വാരി തിന്നുന്നുണ്ട്. പക്ഷെ ഉറക്കത്തിൽ നമ്മളെങ്ങനെ ഞാൻ കേക്ക് കഴിച്ചല്ലോ, ഒരു വായ വെച്ചിട്ട് ഞാൻ പോയി കൊണ്ടുപോയി ഉറങ്ങിയ ശേഷം ഞാൻ ഉറക്കത്തിൽ കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ലേസ് ഒക്കെ എന്റെ വായ കുറിച്ച് ഇങ്ങോട്ട് അത് പഴുത്തിരിക്കണം. ഏത് എത്ര നേരം പറയുന്നു. നമ്മൾ അന്ന് മുതൽ നോക്കിയ കസ്റ്റേർഡ് ആപ്പിൾ പഴുത്തു. പക്ഷെ മൊത്തം ഉറുമ്പല്ലേ? ഓക്കെ, നമുക്ക് പറിക്കാം. 3 നമ്മൾ നോക്കിയതല്ലേ? ഇത് അവിടെ ഒരെണ്ണുണ്ടല്ലേ? ഇത് പറിക്കാട്ടോ നമുക്കിന്ന്. പക്ഷെ അതിന് മൊത്തം അത് ഇങ്ങനെ പകുതി എന്താന്ന് വെച്ചാൽ വരാതെ കരിഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഇതാണ് ഷേപ്പ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെയാണ് പകുതിയും. അപ്പൊ ഇതൊന്നും പഴുത്തത് ഞാനും വിചാരിച്ചു ഇതും അങ്ങനെ പോകുന്നു. പക്ഷെ ഇന്ന് ഇത് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പോകും. പറിക്കുമോ? നമ്മളിപ്പോ ഹിന്ദി മാസ്റ്റർ ആയത് കാരണം എനിക്ക് 100% അല്ല ഹിന്ദി മാസ്റ്റർ ഞങ്ങൾക്ക് ഹിന്ദി അറിയാതാണ് ഞാൻ ഹിന്ദി മാസ്റ്റർ പറഞ്ഞത്. ഇവർക്ക് കുറച്ച് ഹിന്ദിയിൽ എനിക്ക് പ്രതീക്ഷ ഹിന്ദിയിലാണ്. 25 ആണ് ഞാൻ. അപ്പോ
എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് ഓൾസോ സ്കൂളൊക്കെ ചിലപ്പോൾ പേപ്പർ കിട്ടും. ഇനിയും പേപ്പർ പറഞ്ഞാൽ മതി. അമ്മയില്ലേ എക്സാം ഒരു 1 വീക്കിന്റെ മുമ്പ് അമ്മ എങ്ങനെ അറിയോ, പക്ഷെ എക്സാമിന്റെ പേപ്പർ കിട്ടിയാൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൊടുക്കും. നമ്മുടെ അമ്മയുടെ അടുത്ത് അമ്മ ഞാൻ അത് എഴുതി ഇത് എഴുതി, അമ്മ ഇത് ഭയങ്കര സിമ്പിൾ, പേപ്പർ കിട്ടുമ്പോഴല്ലേ അറിയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ ബൈ. hope you guys like this video. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ Like, share, കട്ട് ചെയ്യും.